ഓക്കെ, ഹലോ എവരി വൺ. പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണ്. പേര് മാത്രമേ മാറുന്നുള്ളൂ. എവിടെയൊക്കെ മാർക്കറ്റിംഗ് പഠിച്ചാലും നമ്മൾ പഠിക്കുന്ന കുറേ ഒരേ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സ്ഥിരം പറയാറുള്ളൊരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും സെയിൽസ് എന്ന് പറയുന്നത് എന്തല്ല, ഒന്നല്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കി, നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ വെളിയിൽ ഇറക്കുന്നു. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ, ആ ഇൻഫർമേഷൻ ഇങ്ങോട്ട് എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ അതെല്ലാം എന്താണ്, മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടാണ്. എന്നാൽ അയാളുടെ കയ്യിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിച്ച് അയാളുടെ കയ്യിൽ നിന്ന് പണം നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് സെയിൽസ്. ആ ആക്ച്വൽ എക്സ്ചേഞ്ച് നടക്കുന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാധനം വാങ്ങാൻ വേണ്ടി ചുമ്മാ വീട്ടിലിരുന്ന ഒരാളെ സാധനം വാങ്ങാൻ വേണ്ടി കട വരെ എത്തിക്കുന്ന, അല്ലെങ്കിൽ കടയിലേക്ക് അയാളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യൂ മാറ്റിവിടുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും ഒരുമിച്ച് നമ്മൾ എന്തെന്ന് വിളിക്കും, മാർക്കറ്റിംഗ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് ഇൻവോൾവ്സ്, മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പാണ് പറയുന്നത് എന്താണ്, ഐഡൻറ്റിഫൈയിങ്, ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ. അവർക്ക് എന്ത് തോന്നണം, അവരുടെ എന്തോ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മുടെ കയ്യിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതിലാണ് എന്തിൻ്റെ വിജയം, മാർക്കറ്റിങ്ങിൻ്റെ വിജയം. അല്ലാതെ മാർക്കറ്റിംഗ് സെയിൽസ് എന്തല്ല, ഒന്നല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ നേച്ചർ എന്താണെന്നൊരു ചോദ്യമുണ്ട്. സ്ഥിരം കാണുന്ന ചോദ്യമാണ് ഈ നേച്ചർ സ്കോപ്പൊക്കെ. നമുക്ക് ഒരുവിധം മനസ്സിൽ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ നേച്ചർ, അതെപ്പോഴും പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, അത് ഫോർവേഡ് ലുക്കിംഗ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഡേറ്റ ഡ്രിവൺ ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ വാക്കുകൾ കഴിഞ്ഞിട്ട് എഴുതാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ്, ആ സെയിൽസിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടാവട്ടെ. ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ട് എഴുതാം. ഈ സ്കോപ്പാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ അതിനകത്ത് വരും, ഈ പറഞ്ഞ പോലെ സെല്ലിങ്ങിന് തൊട്ട് മുമ്പേ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ അത് സെല്ല് ചെയ്യുന്നതിന്, ഒരാൾ വാങ്ങിച്ച് കയ്യിലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള എല്ലാ കാര്യങ്ങളിലും എന്ത് വരുത്താം, നമുക്ക് മാർക്കറ്റിംഗ് വരുത്താം. നമ്മളത് അങ്ങോട്ട് നോക്കുന്നുണ്ട്. എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് നമുക്ക് പറഞ്ഞല്ലോ, വെറുതെ വിൽക്കുന്നതല്ല, ആ ഒരു ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു സാധനം അത്യാവശ്യമാണെന്നുള്ള തിരിച്ചറിവ് എങ്ങനെ വന്നതെന്നുള്ള ചരിത്രമാണ് അവിടെ പറയുന്നത്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു, നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും വിൽക്കാൻ പറ്റും, നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ മതി അത് വിൽക്കാൻ പറ്റും എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ എന്താണ്, ആൾക്കാർക്ക് ഓപ്ഷൻസ് കുറവായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABT എന്ന് പറയുന്നൊരു ചായ, അന്ന് ABTക്കാരൻ ചായപ്പൊടി ഉണ്ടാക്കിയാൽ അതെല്ലാം വിറ്റും. കാര്യം ചായപ്പൊടി വാങ്ങണമെന്നുള്ള ABT അല്ലാതെ വലിയ ഓപ്ഷൻസ് ഒന്നും അയാളുടെ മുമ്പിലില്ല. ഇന്ന് അങ്ങനെയാണോ? അല്ല. 100 കണക്കിന് എന്തുണ്ട്, ചായപ്പൊടിയുടെ കമ്പനികളുണ്ട്. അവിടെ അത് മാറി. പക്ഷെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ചരിത്രം വന്നത്, മാർക്കറ്റിംഗ് ചെയ്യണം, അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത എപ്പോഴാണ് ബിസിനസ്സുകൾക്ക് വന്നു തുടങ്ങിയെന്ന് പറയുന്നത്. ആദ്യം എന്തായിരുന്നു, ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തുണ്ടാക്കിയാലും ആൾക്കാർ വാങ്ങുമെങ്കിൽ പിന്നെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഓടി നടന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സർക്കാർ ജോലീൻ്റെ പരസ്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വരത്തില്ല. കാര്യം എന്താ, സർക്കാർ ജോലി എന്താണെന്നും അതിൽ കയറിയുള്ള ബെനിഫിറ്റ് എന്താണെന്നും എല്ലാവർക്കും അറിയാം. സർക്കാർ ജോലി തന്നെയാണ് ഏത് ജോലിയുടെയും ടോപ്പ് നിൽക്കുന്നത് സാധാരണക്കാരൻ്റെ മനസ്സിലല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓടി നടന്ന് പറയേണ്ട, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒരുപാടങ്ങ് നടന്ന് പാസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ എന്തായിരുന്നു, അവിടെ സുപ്പീരിയറായിട്ട് നിന്നു പ്രൊഡ്യൂസേഴ്സ്. കാര്യം അവർക്ക് എന്തില്ല, കോമ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ട് വാട്ടെവർ ഈസ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി സോൾഡ് എന്ന് പറഞ്ഞ മാർക്കറ്റിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, മാർക്കറ്റ് കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വന്നത്. കുറച്ച് കോമ്പറ്റീഷൻ വന്നു തുടങ്ങി. ഓക്കെ, അതായത് നമ്മൾ ഒട്ടും കോമ്പറ്റീഷൻ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിൽ എന്ത് വന്നു തുടങ്ങി, ഒരല്പം കോമ്പറ്റീഷൻ വന്നു തുടങ്ങി, ഒരല്പം സെല്ലേഴ്സ് വന്നു തുടങ്ങി. ആ ഒരു കാലഘട്ടം എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, പ്രൊഡക്റ്റ് കൊള്ളാമെങ്കിൽ അത് തന്നെത്താനെ വിറ്റുമോ, നമ്മൾ ഒരു മെനക്കെടും അതിൻ്റെ പിന്നിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കാലം വന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്തില്ല, വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാൽ പോരാ, ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്താവണം, നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കണമെങ്കിൽ ദ പ്രൊഡക്റ്റ് വിൽ സെൽ ഇറ്റ് സെൽഫ്, അത് സ്വയം വിറ്റുപോകും എന്നുള്ളൊരു ചിന്ത വന്നു. എന്തുകൊണ്ടാണ് ആൾക്കാർ ആ പ്രൊഡക്റ്റ് നല്ലതാക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത്, അവിടെ നമുക്ക് എന്തുണ്ടായി, കോമ്പറ്റീഷൻ ഉണ്ടായി, കോമ്പറ്റീറ്റേഴ്സ് വന്നു. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് പണ്ടാണെങ്കിൽ ABT മതിയായിരുന്നു, ABT ഉള്ളൂ, ABT മതിയെന്നായിരുന്നു. പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് വന്നപ്പോൾ ഏറ്റവും മികച്ചത് ഏതാണോ അത് എടുക്കാൻ ആൾക്കാരുണ്ട്. കാര്യം എല്ലാവരും ഏതാണ്ട് ഒരേ വിലയ്ക്കാണ് സാധനം കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ വേണ്ടാത്ത കൊള്ളാത്ത സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് ഏറ്റവും മികച്ചത് അന്വേഷിച്ച ആൾക്കാർ പോകാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കോൺസെപ്റ്റിലേക്ക് വന്നത്. പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് കഴിഞ്ഞാൽ മാർക്കറ്റിംഗിൽ ഈ ഒരു ഫിഗർ തെറ്റാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ സെല്ലിംഗ് കോൺസെപ്റ്റിലേക്കാണ് പോയത്. സെല്ലിംഗ് കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്, വീണ്ടും എന്ത് തുടങ്ങി, മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം കൂടി തുടങ്ങി.
നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോൾ മാർക്കറ്റ് എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും വിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് മാത്രം വിറ്റ് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ എന്തും കൂടെ വേണം, നമ്മളൊരു പുഷ് കൊടുക്കണം. ആ പുഷിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ പുഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സെയിൽസ്മാനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ സാർ ഈ പ്രൊഡക്റ്റ് വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. നമ്മളിവിടെ സെയിൽസ്മാൻ, മാർക്കറ്റിങ്ങിൽ നിന്ന് ഈ സെയിൽസ്മാൻ്റെ ജോലി വ്യത്യസ്തം അങ്ങനെ എവിടെയാണെന്ന് അറിയോ? ഇയാൾ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ട് നടക്കുന്ന ആളെ നമുക്ക് സെയിൽസ്മാൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അയാൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ പറയുമെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താമെന്നാണെങ്കിൽ അയാൾ ഉദ്ദേശം എന്ത് തന്നെയാണ്? ആ സാധനം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു എൻഡ് പോയിന്റിലാണ് ആര് നിൽക്കുന്നത്? ഈ സെയിൽസ്മാൻ നിൽക്കുന്നത്. അല്ലാതെ ചുമ്മാ വീട്ടിലിരിക്കുന്നവൻ്റെ അടുത്ത് പോയി സെയിൽസ്മാൻ കടയിൽ ആ സാധനം വാങ്ങിക്കുമെന്ന് പറയുന്നില്ല. അയാൾ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണോ ഈ പ്രൊഡക്റ്റ് ഇരിക്കുന്നത് അവിടെയാണ് ആ സെയിൽസ്മാൻ നിൽക്കുന്നതും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി അങ്ങ് എത്തിയവനുണ്ടല്ലോ, ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ എത്തിയ ആളുടെ കയ്യിൽ ഇത് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? സെയിൽസ്മാൻ്റെ ജോലി. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമാണ് പിന്നീട് വന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം വിറ്റ് പോകില്ല എന്ന് മനസ്സിലായി. നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ മാത്രം വിറ്റ് പോകില്ല എന്ന് മനസ്സിലായി. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൊണ്ടുപോകുന്ന സാധനം ഒന്ന് പുഷ് ചെയ്താലേ വിറ്റ് പോകുമെന്ന് തിരിച്ചറിവുണ്ടായി. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്തു? നമുക്ക് ആര് വേണമെങ്കിലും നമ്മുടെ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാവുന്ന രീതിയിൽ ഹൈലി കോമ്പറ്റീഷനായി മാറി. സെയിം ടൈം നമ്മുടെ സ്കോപ്പും വലുതായി തുടങ്ങി. ഓക്കെ, പണ്ട് ABTക്കാരൻ ഒരു ചായപ്പൊടി ഉണ്ടാക്കിയാൽ അയാൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും കൊണ്ട് വിറ്റാൽ മതി എന്നുള്ളതായിരുന്നെങ്കിൽ, ഇപ്പോൾ ഗ്ലോബലൈസേഷനൊക്കെ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? അയാളുടെ സ്കോപ്പ് വളരെ വലുതാണ്. ലോകത്ത് എവിടെ വേണമെങ്കിലും അയാളുടെ സാധനം കൊണ്ട് വിൽക്കാം. എന്നാൽ കോമ്പറ്റീഷൻ വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ആൾക്കാർക്ക് എന്നത്തെക്കാലം എന്തുണ്ട്? ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു 100 കണക്കിന് ഓപ്ഷൻസ് അവൈലബിളായി വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ചെറുകിടക്കാരനും എന്ത് ചെയ്ത് തുടങ്ങുന്നു? സാധനം കൊണ്ടും വരാൻ തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് മാറി തുടങ്ങി. മാർക്കറ്റ് ഒരേ സമയം വലുതാവുകയും ചെയ്തു, അതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടുകയും ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പോയിന്റിൽ വെച്ചുള്ള പ്രൊമോഷൻ നമുക്ക് ശരിയാവത്തില്ല. അതുകൊണ്ട് മാത്രം ഒന്നും നടക്കത്തില്ല എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഇൻഫർമേഷൻ നമ്മളെ ലോകത്തിൽ എത്തിക്കണം, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സർവീസിനെ കുറിച്ച് ലോകത്തുള്ള എല്ലായിടത്തും എത്തിക്കണം എന്നൊരു തിരിച്ചറിവാണ് ബിസിനസ്സുകൾ എന്തിന് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി? മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചിന്ത ബിസിനസ്സിൻ്റെ മനസ്സിൽ എങ്ങനെ വന്നു എന്നുള്ള കഥ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. അതായത് ഒരാൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ എന്തൊക്കെ ടൂളുകൾ അയാളുടെ കയ്യിലുണ്ടെന്നുള്ളത്, ഒരു ബിസിനസ്സിനെ മാർക്കറ്റിംഗ് ചെയ്യാൻ എന്തൊക്കെ ടൂളുകളുണ്ടെന്നുള്ളതാണ്. ഒന്ന്, അയാളുടെ പ്രൊഡക്റ്റ് തന്നെയാണ്, അല്ലേ? അയാൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം. നമ്മൾ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഈ സാധനം വാങ്ങാനുള്ള പ്രേരണ കൊടുക്കണം. വി ഷുഡ് പെർസ്യൂഡ് എന്ന് പറയും. അയാൾക്ക് എന്താണ് ഈ പ്രേരണ കൊടുക്കണം? അതിന് ഏറ്റവും വലിയ ഉപായം അയാളുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. പ്രൊഡക്റ്റിന് അതിനുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരിക, പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ അതിനനുസരിച്ച് മാറ്റം വരുത്തുക പോലുള്ള പല കാര്യങ്ങളിലൂടെ അയാളെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാം? മാർക്കറ്റിംഗ് ചെയ്യാം. പിന്നെ വളരെ വലിയൊരു ഫാക്ടറാണ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലേ? മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയാൽ അതൊരു വലിയൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടൂളാണ്, അല്ലേ? അതേസമയം നമ്മൾ ചില മാർക്കറ്റിംഗ് ടെക്നിക്കൽ കണ്ടിട്ടില്ലേ? ഇപ്പോൾ 500 രൂപ എന്ന് എഴുതാനുള്ളതിന് 499 രൂപ എന്ന് എഴുതുന്നു. അവിടെ എന്താണ്? അയാളെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹ്യൂജ് ഫാക്ടർ ആ പറഞ്ഞ വില തന്നെയാണ്. ഓക്കെ, അപ്പോൾ അയാൾ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ടൂൾ അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന, ആകപ്പാട് അറിയാവുന്ന മാർക്കറ്റിംഗാണ് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷനാണ്, അല്ലേ? പ്രൊമോഷൻ മീൻസ് എന്താ? അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആൾക്കാർ വെച്ച് ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യുക, ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ച് പ്രൊമോട്ട് ചെയ്യുക, എല്ലാം പ്രൊമോഷൻസാണ്. പ്രൊമോഷൻ മാത്രമല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ആ രീതിയിൽ ഡിസൈൻ ചെയ്യുക, പ്രൈസിങ് അതിനനുസരിച്ച് മാറ്റിയും തിരിച്ച് ഉപയോഗിക്കുക, പിന്നെ ഈ പ്ലേസിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, എവിടെയാണ് ഈ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ഉള്ളത് അതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ഇതെല്ലാം എന്താണ്? മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടാണ്. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ എൻവയൺമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓർക്കുക, ബിസിനസ്സിൻ്റെ അകത്ത് എവിടെ എൻവയൺമെൻറ്റ് പറഞ്ഞാലും അതെന്താണ്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചുറ്റുപാടും എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്നത്? മാക്രോ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. മാക്രോ മീൻസ് ഹ്യൂജ് സെൻസിൽ പറയുമ്പോൾ നമ്മുടെ എക്കോണമി എന്തിൽ എന്തൊക്കെയുണ്ട്, ടെക്നോളജി അപ്ഗ്രഡേഷൻ എങ്ങനെ, പൊളിറ്റിക്സ്, കൾച്ചറൽ ഡെമോഗ്രാഫിക്സ്, ഇതൊക്കെ എപ്പോഴും പറയുന്ന സാധനങ്ങളാണ്. മൈക്രോ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്നതാണ് നമ്മുടെ സപ്ലൈസ് ആരാണ്, നമ്മുടെ ഇൻ്റർമീഡിയറീസ് ആരാണ്, കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, കസ്റ്റമേഴ്സ് ആരാണ്, പബ്ലിക് ആരാണ്. മൈക്രോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളൊരു ഇൻഡിവിജ്വൽ ബിസിനസ്സിൻ്റെ ചുറ്റുപാടുമാണ്. മാക്രോ ദ കൺട്രി ആസ് എ ഹോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റിലെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
ഒരു ബേസിക് ഐഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കിട്ടി. നമുക്ക് ബാക്കിയുള്ള മോഡ്യൂൾസ് കൂടെ നോക്കിപ്പോവാം. പിന്നെ പറയുന്ന ഒരു മൊഡ്യൂളാണ് പ്രൈസിങ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ. ഈ പറഞ്ഞ 3 കാര്യങ്ങളും എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത്. നിങ്ങൾ എപ്പോഴും മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ മാത്രമല്ല എന്നുള്ളൊരു സാധനം തലക്കകത്ത് വേണം. വെറുതെ നമ്മളെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് പുകഴ്ത്തി പറയുന്ന പരിപാടി മാത്രമല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കംപ്രൈസസ് ഓഫ് എവറിത്തിങ് വി ഡു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഇപ്പം ഒരാൾ ഒരു മാർക്കറ്റിൽ ചെന്ന് സാധനം വാങ്ങാൻ പോകുന്നു, 3 സാധനം ഇരിക്കുന്നു, അതിൽ ഈ പ്രൊഡക്റ്റ് വേണം അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലോ കൊണ്ട് അയാളെ ചിന്തിപ്പിക്കുന്നത്. ആര് ചിന്തിപ്പിക്കണം? നമ്മുടെ പെർട്ടിക്കുലർ കസ്റ്റമറിനെ ചിന്തിപ്പിക്കുന്നതിനുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെ ചിന്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതിനെല്ലാം മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും? മാർക്കറ്റിംഗ് എന്ന് പറയും. ഇപ്പോൾ ഒരു കിൻഡർ ജോയ് എന്ന് പറയുന്നൊരു സാധനം, ഓക്കെ, ഈ കിൻഡർ ജോയ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ അകത്ത് എന്തുണ്ട്? എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അതൊന്നും കാര്യം ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ആ ഒരു പ്രത്യേകതയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കടയിൽ ചെല്ലുന്നൊരു കുട്ടി എന്ന് പറയുന്ന കസ്റ്റമറിനെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ ഇതിനേക്കാൾ മികച്ച സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടാവാം. അതിൻ്റെ ക്വാളിറ്റി എന്താ, ബാക്കിയുള്ളതിൻ്റെ ക്വാളിറ്റി എന്താണോ, അതിൻ്റെയൊക്കെ പ്രൈസ് റീസണബിൾ ആണോ, അതൊന്നുമല്ല അവിടുത്തെ ചോദ്യം. നമ്മുടെ കസ്റ്റമറിന് എന്ത് വേണം? ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ അതിൻ്റെ മാർക്കറ്റിംഗ് ഫീച്ചേഴ്സ്, ആ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പ്രൈസ് ആയിക്കോട്ടെ, അതിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ അത് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. പ്രൈസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ മനസ്സിലുള്ളത് അതിൻ്റെ കോസ്റ്റ് പ്ലസ് നമ്മൾ എത്ര പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നോ അതിനാണ് നമ്മൾ പ്രൈസായിട്ട് കൊടുക്കുന്നത് എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. എപ്പോഴും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയെന്ന് ഉറപ്പ് പറയാനേ പറ്റത്തില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഓക്കെ, നമ്മൾ സാധനം വിൽക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഒരു പേന, ഓക്കെ, നല്ലൊരു പേന നമ്മൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ ഒരു പേനയ്ക്ക് നമുക്ക് ചിലവാകുന്നത് 6 രൂപയാണെന്ന് വിചാരിക്കുക. ചിലവാകുന്നത് 6 രൂപയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു 10 രൂപയ്ക്ക് ഈ പേന വിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കിയ പേന എന്ന് പറയുന്നത് 5 രൂപയുടെ ലെക്സി പേനയുടെ അതേ രൂപം, അതേ ക്വാളിറ്റി, അതേ സാധനം. പക്ഷേ നമ്മളെന്തോ പ്രശ്നം കൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? 6 രൂപ ഒരു പേന ഉണ്ടാക്കാൻ ചിലവ് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിനെ കൊണ്ടുപോയി 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പ്രേരിക്കപ്പെടുന്നു? മാർക്കറ്റ് നമ്മളോട് പറയുന്നു 5 രൂപയ്ക്ക് ഈ സാധനം വിറ്റ് പോകുന്നുണ്ട്. അവിടെ നീ കൊണ്ട് ഇതേ സാധനം 10 രൂപയ്ക്ക് വിറ്റാൽ 100% ഉറപ്പാണ് നിൻ്റെ പ്രൊഡക്റ്റ് എന്ന് എഴുതി തള്ളപ്പെടും, അല്ലേ? അപ്പോൾ നമ്മളവിടെ പ്രൈസിങ് നമുക്ക് എത്ര കൊടുക്കേണ്ടി വരും? നഷ്ടം ഉണ്ടായാൽ പോലും നമുക്ക് എത്രയിൽ കൊടുക്കേണ്ടി വരും? 5 രൂപയിൽ കൊടുക്കേണ്ടി വരും, അല്ലേ? എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് കണ്ടെത്തണം? നമ്മുടെ ചിലവ് ചുരുക്കി ആ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് 6 രൂപ എന്നതിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നതിലാണ് നമ്മുടെ വിജയം. അല്ലാതെ ഹയർ എമൗണ്ടിൽ വിൽക്കാനുള്ള ഒരു പ്രത്യേകം നമ്മുടെ പേനയിൽ തൽക്കാലമില്ല. അങ്ങനെ പ്രത്യേകത കൊണ്ടുവന്നാൽ അങ്ങനെ ചെയ്യാം. അതാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഈ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റർ കൊടുക്കുന്ന വില, അത് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ബിസിനസ് എന്ത് തീരുമാനിക്കുന്നത്? അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. അവിടെ വീണ്ടും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക, മാർക്കറ്റിൽ ചൂസബിൾ ആവുക, മാർക്കറ്റിൽ ഒരു ഓപ്ഷനായി മാറുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ പറയുന്നു പ്രൈസിങ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസിനെ കുറിച്ച്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ജിയോ അവരെന്ത് ചെയ്തു? അവർ പിന്നെ പ്രൈസിങ്ങിൽ ആദ്യം എല്ലാം വളരെ കുറച്ച് കൊണ്ട് അവരുടെ ഡേറ്റ വളരെ ഫ്രീ ആയിട്ട് കൊടുത്തു. തുച്ഛമായ പൈസയ്ക്ക് കാര്യങ്ങൾ കൊടുത്തിട്ട് പെട്ടെന്നൊരു ദിവസം അവർ സ്വിച്ച് ചെയ്തു, അല്ലേ? അപ്പോൾ ചീപ്പ് റേറ്റ് ചെയ്യുന്നത് തുടങ്ങി അവർ സ്വിച്ച് ചെയ്ത് എന്ത് ചെയ്തു? ഒരു പ്രീമിയം പാക്കേജിൽ കൊണ്ട് നിർത്തി. ജിയോ എന്ന് പറയുന്ന ആ സിം വന്നിടയ്ക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതെന്താണ്? ഇതിനാണ് നമ്മളൊരു പ്രൈസിങ് പോളിസി പറയുന്നത് പെനിട്രേറ്റിംഗ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയും. പെനിട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ വിലയ്ക്ക് സാധനം കൊടുക്കുന്നു, മാർക്കറ്റിൽ വേണ്ടത്ര പിടിപാട് ഉണ്ടാക്കിയെടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൻ്റെ പ്രൈസ് കൂട്ടുന്നു. ഇതാണ് പെനിട്രേറ്റിംഗ് മാർക്കറ്റിംഗ് പ്രൈസ്. ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ കാര്യം ഇടയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഹോട്ട്സ്റ്റാർ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചു. ജിയോ വാങ്ങിച്ചതിന് ശേഷം എന്ത് ചെയ്തു? 300 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്ന എല്ലാവർക്കും ഹോട്ട്സ്റ്റാർ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ അവർ പറയുന്നത് ആ 300 രൂപ പ്രൈസിൻ്റെ അകത്ത് എന്തും കൂടെ ഉണ്ട്? ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടെ ഉണ്ട്. 3 മാസത്തേക്ക് എല്ലാവർക്കും ഹോട്ട്സ്റ്റാർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഈ 3 മാസം ഹോട്ട്സ്റ്റാർ കണ്ടിരുന്നവർ, ഈ 300 രൂപേൻ്റെ അകത്ത് തന്നെ കണ്ടിരുന്നവർക്ക് എന്ത് പറ്റി? ഹോട്ട്സ്റ്റാർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ എന്ത് ചെയ്തു?
ഇനി അങ്ങോട്ട് 300 കൊടുത്താൽ പോരാ, ഹോട്ട്സ്റ്റാറിന് മാസം 150 അങ്ങനെ എന്തോ ഒരു എമൗണ്ട് കൂടെ കൊടുത്താലേ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണക്കാരൻ്റെ കണ്ണിൽ 0 റുപ്പീസിന് കൊടുത്തിരുന്ന സാധനം പെട്ടെന്ന് എത്രയിലേക്ക് പോയി? 150 പോയി. പക്ഷെ അവൻ 0 റുപ്പീസിന് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? മാർക്കറ്റിൽ ഇതിനൊന്ന് പെനിട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാർക്കിടയിൽ അത് വിട്ടുമാറാൻ പറ്റാത്തൊരു സാധനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൻ പ്രൈസ് കൂട്ടി. ഒരു ചെറിയ ശതമാനം വിട്ട് പോയിട്ടുണ്ടാവും, എന്നാലും കുറേ ആൾക്കാർ അവിടെ അത് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പെനിട്രേറ്റിംഗ് പ്രൈസിങ്. ചെറിയ വില വിട്ട് സാധനം വിറ്റ് പോപ്പുലറായി കഴിയുമ്പോൾ അതിൻ്റെ വില കൂട്ടുക. അതിന് നേരെ ഓപ്പോസിറ്റാണ് സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയും. ആദ്യമേ നമ്മൾ എന്ത് ഈ ചില ഫോണുകൾ ചെയ്യുന്നതാണ്. ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വലിയൊരു പ്രൈസിക്ക് ഈ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനൊരു പ്രൈഡായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഫോൺ എനിക്കൊരു അത്യാവശ്യമാണ് എന്നതിലുപരി ഈ പറഞ്ഞ പോലെ എനിക്ക് പുതിയ ഫോൺ വന്നാൽ വാങ്ങിച്ചേ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇരിപ്പ് കുറയ്ക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? ഈ ഫോൺ വാങ്ങും. വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരെത്ര വിലയും നോക്കത്തില്ല, കൊടുക്കുന്ന വിലയ്ക്ക് വാങ്ങും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഒരു ടോപ്പ് ലെയർ കച്ചവടം നടത്തി കഴിയും. അതായത് നമുക്ക് ഈ ഫോൺ വിൽക്കാൻ പറ്റുന്ന മാക്സിമം പ്രൈസിനുള്ള കച്ചവടം നടത്തി കഴിഞ്ഞിട്ട് താഴെ തട്ടി കിടക്കുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഓഫറൊക്കെ കൊടുത്ത് ഇതിൻ്റെ വില കുറയ്ക്കാൻ തുടങ്ങും. ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 2 പ്രൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മനസ്സിൽ ഓർമ്മ വയ്ക്കട്ടെ. ഇതൊക്കെ എന്താണ് പ്രൈസിങ്ങിൻ്റെ ടെക്നിക്ക്? ഉദ്ദേശം എന്താണ്? വീണ്ടും മേക്ക് അവർ പ്രൊഡക്റ്റ് ചൂസബിൾ. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉള്ളതിൻ്റെ അകത്ത് എന്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ്, നമുക്ക് പക്ഷേ പെട്ടെന്ന് കേട്ടാൽ നമുക്കിതൊരു ഇതായിട്ട് തോന്നുന്നില്ല, ഒരു ഫാക്ടറായിട്ട് തോന്നത്തില്ലാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണം, എന്തോ ഒരു സാധനം നിങ്ങൾക്ക് വേണം, ഒരു മരുന്ന് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കും. ഓക്കെ, മരുന്നാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഈ മരുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മലമുകളിൽ ചെന്ന് അവിടെ ഉണ്ട് ഒരു അങ്ങാടിക്കടയിൽ പോയാൽ ഈ മരുന്ന് കിട്ടും. അല്ലാതെ എല്ലായിടത്തും കിട്ടുന്ന മരുന്നല്ല ഈ മരുന്ന് നിങ്ങളൊരിടത്ത് കേൾക്കുന്നു. അതേസമയം നിങ്ങൾ കേൾക്കുന്നു ആമസോണിൽ കയറി നോക്കിയാൽ ഈ സാധനം അവിടെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ വാങ്ങും? ആമസോണിൽ കിടക്കുന്ന പ്രൊഡക്റ്റേ നിങ്ങൾ വാങ്ങത്തുള്ളൂ, അല്ലേ? അതെന്തുകൊണ്ടാണ്? ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നിങ്ങൾക്ക് അത്രയും കൺവീനിയൻ്റ് ആക്കി തന്നുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് മാർക്കറ്റിങ്ങിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയും. അതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലായിടത്തും എല്ലാ ചാനലും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലയിടത്ത് ചില പ്രൊഡക്റ്റുകൾക്ക് എന്ത് വേണം? ആൾക്കാർക്ക് നേരിട്ട് വന്ന് കണ്ടേ വാങ്ങാൻ പറ്റുമെന്നുണ്ട്. ഇപ്പം കാർ വാങ്ങിക്കാൻ പോകുന്നു, ആരെങ്കിലും ഓൺലൈൻ കൂടെ വാങ്ങിക്കുമോ? എല്ലാവരും നേരിട്ട് ചെന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കിയല്ലേ വാങ്ങത്തുള്ളൂ. എന്നാൽ നേരിട്ട് കൈ കിട്ടി 90% കാര്യങ്ങൾ, ഒരു 90% പ്രൊഡക്റ്റുകൾ എന്ത് തന്നെയാണ് അവർക്ക് ഓൺലൈനിൽ കിട്ടിയാൽ നല്ലത്, വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈൻ കിട്ടിയാൽ നല്ലതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ചില സാധനങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ചാനൽ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എങ്ങനെ തീരുമാനിക്കുമെന്നുള്ളതും ഒരു അത്യാവശ്യം വലിയൊരു ചോദ്യം തന്നെയാണ്. ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസും ചൂസ് ചെയ്യുന്ന രീതിയും മാറിക്കൊണ്ടിരിക്കും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, പ്രൊമോഷൻ. നമ്മളെ സാധാരണക്കാരൻ്റെ കണ്ണിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ മാത്രമാണ്. ഞാൻ വീണ്ടും മൂന്നി പറയുന്നു, മാർക്കറ്റിംഗ് ഈസ് നോട്ട് ജസ്റ്റ് പ്രൊമോഷൻ. ഇനി പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? അഡ്വർടൈസിങ് വരും, പേഴ്സണൽ സെല്ലിംഗ് വരും. പേഴ്സണൽ സെല്ലിംഗ് നമ്മളെ സെയിൽസ്മാൻ്റെ പരിപാടി. പബ്ലിക് റിലേഷൻ വരും, സെയിൽസ് പ്രൊമോഷൻ വരും. സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ, ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. ബേസിക്കലി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, അതുകൊണ്ടാണ് എപ്പോഴും പ്രൊമോഷൻ ഈ ചിഹ്നം കാണിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ആൾക്കാരിലേക്ക് എത്തിക്കണം, അവർക്ക് അതിൻ്റെ ഒരു നോളേജ് കൊടുക്കണം, അവരതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം, അവരെ ആ ഒരു നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളെ പ്രൊഡക്റ്റ് ഇന്ന സാധനമാണെന്നുള്ളത് ആ ഒരു ബോധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കേണ്ട ജോലിയാണ് പ്രൊമോഷൻ്റെ. അപ്പോൾ ഇത് മൂന്നും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാർക്കറ്റിംഗ് മിക്സിൻ്റെ അകത്ത് പറഞ്ഞ പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതൊരു ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടേഴ്സ് ഒരുവിധം ഐഡിയ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എഴുതാം. ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നിടത്തും. ഓക്കെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. നോക്കിയടാ, കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് പറയും അവിടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നൊരു സംഭവമാണ് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുക. നമ്മുടെ സാധനം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കാണുമല്ലോ, അവരുടെ രീതി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഈ രീതി, ഈ സാധനങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ ഇന്നത് വാങ്ങണ്ട എന്നൊക്കെ ചൂസ് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമുക്കതറിഞ്ഞാൽ എവിടെ നമ്മൾ എന്ത് പ്രൊമോഷൻ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ കിൻഡർ ജോയുടെ പരസ്യം എന്ത് ചെയ്യുന്നു? ഒരു കുട്ടി ടി വി കാണുന്നു. ഓക്കെ, അതാണ് പുള്ളിക്ക് ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ. ഈ കൊച്ചുകുട്ടി ആയിരിക്കും നേരിട്ട് പോയി വാങ്ങുന്നില്ല. ഈ കൊച്ചുകുട്ടി എന്ത് ചെയ്യുന്നു?
വീട്ടിൽ ഇരിക്കുന്ന അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു കൊടുക്കും, ഇവരായിരിക്കും കടയിൽ പോയി വാങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ അമ്മയോട് പറഞ്ഞു, ഓക്കെ, അമ്മ എന്ത് ചെയ്തു, അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കടയിൽ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നാണ് ഈ കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ കൊച്ചുകുട്ടിക്കും ഈ പ്രൊഡക്റ്റിനിടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിക്കേ. ഒരാൾ ഈ ഇൻഫർമേഷൻ സീക്ക് ചെയ്യാനും ഒരാൾ ഈ ഒരു പർച്ചേസ് പൂർത്തീകരിക്കാനും ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരാളുടെ ഡിസിഷൻ അല്ല, ഈ കൊച്ചുകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ഡിസിഷൻ അല്ല അവിടെ എന്ത് സംഭവിച്ചേ, ഈ പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് പറഞ്ഞതായി മാറിയത്. പകരം അതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ നിൽപ്പുണ്ട്, ആണോ? അപ്പോൾ ഇതാണ് നമ്മളൊരു കൺസ്യൂമറിൻ്റെ ബൈയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ സാധനം, എനിക്ക് ഇങ്ങനൊരു സാധനത്തിൻ്റെ നീഡുണ്ട് എന്ന് അയാൾ തിരിച്ചറിയുന്നു. ഇത് നീഡുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഇയാൾ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വരും. എന്നാൽ ഇവിടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരാൾ കാണും. ഈ ഡിസിഷൻ എടുക്കുന്ന ആൾ എന്ത് ചെയ്യും, അയാളതാണ് ആവണമെന്നില്ല, വേറെ ഒരാളാവാൻ ചെയ്യുന്ന ആക്ച്വൽ പർച്ചേസ് നടത്തും കൺസ്യൂമറിലേക്ക്. കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സാധനം ഉപയോഗിക്കുന്ന ആളാണ് കൺസ്യൂമർ, അത് വാങ്ങുന്ന ആളാണ് കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ കൺസ്യൂമർ വാങ്ങുന്ന പ്രോസസ്സ് മനസ്സിലാക്കുന്നത് എന്തിനാ, അതിൻ്റെ അകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണം. നോക്കി, അപ്പോൾ ഈ കൺസ്യൂമറിൻ്റെ അടുത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അയാൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള, അയാൾക്ക് ഇത് അത്യാവശ്യമാണെന്നുള്ളൊരു ചിന്ത അയാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ മാർക്കറ്റിങ്ങിൻ്റെ ഉദ്ദേശം. ഇനി ഈ കുട്ടിയുടെ അച്ഛൻ എന്ത് വന്നു, കടയിൽ വന്നു, കിൻഡർ ജോയ് വാങ്ങാൻ വന്നു. അപ്പോൾ അയാൾ അവിടെ ആരാണ്, കസ്റ്റമറാണ്. അയാളെടുത്ത് ചെന്നിട്ട് ഇത് എമ്മിയാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അയാൾക്ക് ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്താ വേണ്ടത്, അവിടെ ഇന്നൊരു പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ ആണോ, അങ്ങനെ എന്തൊക്കെയോ ഓഫർ കൊടുക്കുമ്പോൾ ആസ് എ കസ്റ്റമർ ഹു മേക്സ് ദ പേയ്മെൻറ്റ് അയാൾക്ക് എന്ത് തോന്നും, അത് വാങ്ങാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ ബൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ആ ഒരു വലിയ നൂലിൻ്റെ അകത്ത് ആരൊക്കെ കോർന്നിട്ടുണ്ടോ അവർ ഓരോരുത്തരെയും നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് ഓരോ രീതിയിലാണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ബിഹേവിയർ ഓഫ് കൺസ്യൂമർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് പറയുന്നത്, കൺസ്യൂമർ എങ്ങനെ സാധനം വാങ്ങുന്നത്, അയാൾക്ക് ഇന്നൊരു സാധനം വേണമെന്നുള്ള നീഡ് അയാൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അയാൾ നോക്കുന്നു, കിട്ടിയ ഓപ്ഷൻസിനെ അയാൾ ഇവാലുവേറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നു. അവിടെ വീണ്ടും ഫാക്ടേഴ്സ്, ഞാൻ വീണ്ടും പറയുന്നു, ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് അയാളുടെ പേഴ്സണൽ രീതി എന്താണ്, അയാളെ കയ്യിലുള്ള പൈസ എന്താണ്, അല്ലെങ്കിൽ അയാൾ എന്ന വ്യക്തി എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു, സൈക്കോളജിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്. ചിലർ അന്ധമായിട്ട് തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് അല്ലേ, എന്ത് പരസ്യം കണ്ടാലും അത് അന്ധമായി തീരുമാനിക്കും. ഇപ്പോൾ മോഹൻലാൽ പരസ്യത്തിനൊന്നും ഒറ്റ കാരണം കൊണ്ട് സാധനം വാങ്ങുന്ന ആൾക്കാർ കാണും. എന്നാൽ ചിലർ വളരെ റാഷണലായിട്ട് മാത്രം സാധനം വാങ്ങുന്നവരുണ്ട്. പിന്നെ ഈ സൊസൈറ്റി, അവരെ സോഷ്യൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ്, കൾച്ചറൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരേ സാധനത്തിനോടെ പലരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ബാധിക്കുന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ എല്ലാ പിള്ളേരും എന്തായിരിക്കില്ല നോക്കുന്നത്, കിൻഡർ ജോയ് വാങ്ങണമെന്നായിരിക്കില്ല. വേറെ ചില പിള്ളേരുടെ ചിന്തയിൽ വിചാരിക്കും എനിക്ക് എത്രക്കുള്ള പൈസയൊന്നുമില്ല, എനിക്ക് ഇന്ന സാധനം മതി എന്നൊക്കെ പറഞ്ഞ് അവർ മാറി ചിന്തിക്കും. അപ്പോൾ ഒരു സാധനം നമ്മൾ എത്ര മാർക്കറ്റ് ചെയ്താലും അത് നമുക്ക് കൺസ്യൂമറായിട്ട് അവർ മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ പറഞ്ഞ പല ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, മാർക്കറ്റ് പൊസിഷനിങ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഈ വാക്കുകളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലെ മാർക്കറ്റിനെ സെഗ്മെൻറ്റുകളാക്കി കാണുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സാക്കി എന്താണ് അതിന് വേണ്ടത് അത് രീതിയിൽ പ്രവർത്തിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹോർലിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഹോർലിക്സ് പോലെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്ത വേറൊരു കമ്പനി ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രത്യേകത ഹോർലിക്സ് ഉണ്ട്. ഹോർലിക്സ് ജൂനിയർ ഉണ്ട്, ഹോർലിക്സ് ലൈറ്റ് ഉണ്ട്, പിന്നെ വുമൻസ് ഹോർലിക്സ് ഉണ്ട് അല്ലേ. ഇതെല്ലാം എന്താണ്, അവർ മാർക്കറ്റിനെ സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഹോർലിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കൊണ്ടൊന്ന് എല്ലാവർക്കും വിൽക്കാതെ, ഹോർലിക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം മാറ്റി നിർത്തിക്ക് ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ ഹോർലിക്സ് എന്താണ്, എനർജി ബൂസ്റ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഏത് എനർജി ലെവലിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് എൻ്റെ എനർജി ലെവലിൽ മുകളിലേക്ക് കൊണ്ടുപോകുന്ന എന്തോ ഒരു സാധനം, ബാക്കി എല്ലാ ഫീച്ചേഴ്സും അയച്ചു കളഞ്ഞോ. ഇതാണ് അതിൻ്റെ അണ്ടർലൈങ് കോൺസെപ്റ്റ്. ഈ സാധനം ആർക്ക് വേണം, ലോകത്തുള്ള എല്ലാ മനുഷ്യരും വേണം അല്ലേ. എല്ലാ മനുഷ്യർക്കും അവരുടെ നിലവിലുള്ള എനർജി ലെവലിൽ നിന്നൊരു പടി മുകളിലേക്ക് പോകണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇതിനെ ഇങ്ങനെ വേർതിരിച്ചു. കുറച്ചും കൂടെ അവർക്ക് എന്ത് തോന്നാൻ വേണ്ടി,
ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് അതേ പ്രൊഡക്റ്റിനെ അവർ 3-4 സെഗ്മെൻറ്റുകളാക്കി തിരിച്ചിട്ടുള്ളത്. ഓക്കെ, വുമൻസ് ഹോർലിക്സ് ആര് വാങ്ങും? വുമൻസ് വാങ്ങിച്ചോളൂ എന്നുള്ളൊരു തോന്നലുണ്ട് അവർക്ക്. അല്ലെങ്കിൽ ലൈറ്റ് ഹോർലിക്സ് വന്നപ്പോൾ ആർക്ക് ഫോക്കസ് ചെയ്തു? ഈ പറഞ്ഞ പോലെ പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനെ പോലുള്ളവരെ ടാർഗറ്റ് ചെയ്തു. ജൂനിയർ ഹോർലിക്സ് കൊച്ചു പിള്ളേരെ ടാർഗറ്റ് ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരേ മാർക്കറ്റിനെ, നമ്മുടെ പ്രൊഡക്റ്റിനുള്ള മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തു. ഡിഫറെൻറ്റ് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടിൻ്റെയും കൺസേൺ എന്താണ്, അതിനുള്ള സൊല്യൂഷനാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ അവരും എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. അവിടെയാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റുകളാക്കി ടാർഗറ്റ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അടുത്തതാണ് മാർക്കറ്റ് പൊസിഷനിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. 3 പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. ആ റീസൺ കണ്ടെത്തുന്ന പ്രോസസ്സിനാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മളൊരു പൊസിഷൻ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ വ്യക്തമാക്കി തരാം. സ്നിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കറിയാമല്ലോ, ഒരു മിഠായി അറിയാമല്ലോ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നിങ്ങൾ എത്ര ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സ്നിക്കേഴ്സ് എന്ന് പറയുന്ന മിഠായി യഥാർത്ഥത്തിലൊരു മിഠായി ആണോ? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സാധാരണ മിഠായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനം എന്നൊരു കോൺസെപ്റ്റ്, അത് അണ്ടർലൈൻ കോൺസെപ്റ്റാണ് പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് പറയുമ്പോൾ മിഠായി എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ കഴിക്കുന്ന എന്തോ ഒരു സാധനം, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സ്നിക്കേഴ്സ്. കൊച്ചു പിള്ളേർക്ക് ഈ സ്നിക്കേഴ്സ് കൊടുത്താൽ അവർക്ക് ഒരു ദിവസത്തേക്ക് പിന്നെ വേറൊന്നും കഴിക്കണ്ട, അത്രയ്ക്കും കലോറിയുള്ള സാധനമാണ് അല്ലേ. അവിടെ ഈ സ്നിക്കേഴ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടക്കത്തിൽ. പക്ഷേ അവർ ആ ബുദ്ധിമുട്ടിനെ എന്താക്കി മാറ്റി? ഒരു പ്രത്യേകതയാക്കി മാറ്റി എന്നുള്ളതാണ്. അവരെങ്ങനെയാണ് നോക്കിക്ക് അവരുടെ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നത്? മറ്റേ ഒരു നല്ല സന്തോഷം വരുമ്പോൾ കൈമാറുന്ന സാധനമായിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, കൊച്ചുപിള്ളേർ തമാശയ്ക്ക് കഴിക്കുന്ന സാധനമായിട്ടോ അല്ല അവർ പ്രസൻറ്റ് ചെയ്തേ. അവരെന്താ ചോദിക്കുന്നത്? ആർ യു ഹംഗ്രി? ടേക്ക് സ്നിക്കേഴ്സ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അതാണ് അവർ കണ്ടെത്തിയ മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞ ക്യാൻഡി ബാർ എന്നുള്ളൊരു സാധനമായിട്ട് എടുക്കാം. ക്യാൻഡി ബാർ എന്ന് പറഞ്ഞാൽ ഒരു 100 കൂട്ടം സാധനമുണ്ട്. ഇപ്പം നമ്മുടെ കാഡ്ബറീസ്, പിന്നെ മിൽക്കി ബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 100 കൂട്ടം കമ്പനികൾ ഇറക്കുന്നതിൻ്റെ അകത്ത് ഇവരെന്ത് ചെയ്തു? അവരുടെ ഒരു ഏരിയ കണ്ടെത്തി. ഇതാണ് നമ്മുടെ പൊസിഷൻ, അതായത് വിശക്കുമ്പോൾ കഴിക്കാനുള്ള ക്യാൻഡി എന്നാണ് അവരെന്ത് ചെയ്തത്? അവരുടെ പ്രൊഡക്റ്റിനെ പൊസിഷൻ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ക്യാൻഡി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റിൻ്റെ അകത്ത് അവരൊരു ഏരിയ കണ്ടെത്തി, അവരൊരു സ്പേസ് കണ്ടെത്തിയത് എന്താണ്? നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊരു ചന്തയാണെന്ന് തന്നെ ആലോചിച്ച് നോക്കുക. ഓക്കെ, മിഠായികൾ വെക്കുന്നത് ചന്തയാണ്. ഈ ചന്തയിൽ സ്നിക്കേഴ്സ് ഒരു കട ഇട്ടേക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആരായിരിക്കും ഈ കടയിലോട്ട് പോകുന്നത്? ആർക്കാണോ ഈ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള ക്യാൻഡി വേണ്ടത്, വെറുതെ തമാശയ്ക്ക് കഴിക്കുന്നതല്ല, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ കൈമാറാനുള്ള സാധനമല്ല, കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്ന രീതിയിലുള്ള ഹെവി ആയിട്ടുള്ളൊരു മിഠായി ആർക്കാണ് വേണ്ടത്, അവരായിരിക്കും ആ കടയിലോട്ട് പോകുന്നത് അല്ലേ. അതുപോലെയാണ് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടെത്തുന്നു പറയുന്നത്? നമ്മുടേതായ ഒരു പൊസിഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത്. ഇനി ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പോലെ തന്നെ തോന്നിക്കുന്ന എന്നാലൊരു വ്യത്യസ്തമായൊരു സാധനമാണ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷിയേഷൻ പേര് പറയുന്ന പോലെ തന്നെ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്നും, നമ്മുടെ മേജർ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡിഫറൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു 100 കൂട്ടം മിഠായികളുള്ളതിൻ്റെ അകത്ത് കിൻഡർ ജോയിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ കണ്ടാൽ നമ്മൾ ഏത് കിലോമീറ്റർ ദൂരം നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇന്ന പ്രൊഡക്റ്റ് ആണെന്നല്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ പ്രൊഡക്റ്റിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, പ്രത്യേകത ലോഗോടായിക്കോട്ടെ, അങ്ങനെ എന്തായിക്കോട്ടെ, ഫീച്ചേഴ്സ് എന്തൊക്കെയോ കാരണങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊഡക്റ്റിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊന്നാക്കുന്നുണ്ടെങ്കിൽ, കോമ്പറ്റീറ്ററിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നൊന്നാകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. ഇപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി പറയുന്നതാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റിങ്ങിന് നമ്മളെ സഹായിക്കുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ടൂളുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? പ്രൈസ് വരുന്നുണ്ട്, പ്രൊമോഷൻ വരുന്നുണ്ട്,
പ്ലേസ് വരുന്നുണ്ട്, ഓഫ് കോഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റിനെ എങ്ങനെയൊക്കെ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ ആ പ്രൊഡക്റ്റിന് നമ്മൾ എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ലേബൽ ചെയ്യുന്നതൊക്കെ ഉള്ളത് എന്താണ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ്, പ്രൊഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ പ്രൊഡക്റ്റ്, ഇതെല്ലാം എന്താണ് പല വാക്കുകൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എല്ലാം എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി നമുക്കുള്ള ലാസ്റ്റ് മൊഡ്യൂളാണ്. ലാസ്റ്റ് മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്ന് പറഞ്ഞു പോകുന്നതാണ്. ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് ആണ് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഗ്ലോബൽ മാർക്കറ്റിങ്ങിനെ ഒരു ഇൻ്റർനാഷണൽ തലത്തിൽ ചെയ്യാം. പിന്നെ സർവീസിൻ്റെ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പണ്ട് ഈ സർവീസിനെ മാർക്കറ്റ് ചെയ്യുക എന്നൊക്കെ, ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറൊക്കെ അല്ലെങ്കിൽ ഒരു വക്കീലൊക്കെ അവരെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലമായിരുന്നു. എങ്കിൽ ഇപ്പോഴത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മാർക്കറ്റിംഗ് ഇൻ ദ സെൻസ് നല്ല റീസൺസിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ്. പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. ചെറിയ കഥയല്ല ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആണ് കേട്ടോ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് രീതി എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിന് ഇപ്പോൾ പണ്ട് നമുക്ക് ഈ ടണൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്, അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഫാൻ ബേസ്ഡ് മാർക്കറ്റിംഗ്, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റാണ് ഈ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, കസ്റ്റമറിനെ കൊണ്ടുവരിക മാത്രമല്ല, അവരെ എന്ത് ചെയ്യണം, നിലനിർത്തി കൊണ്ടുപോകുന്ന രീതിയിൽ മാർക്കറ്റിംഗ്. അങ്ങനെ നമ്മളൊരു ഹ്യൂജ് ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. പിന്നെ മൈക്രോ മാർക്കറ്റിംഗ്, വളരെ സ്പെസിഫിക് ആയിട്ട് ചെറിയൊരു യൂണിറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നു. സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് പ്രാക്ടീസസ്, കസ്റ്റമൈസ്ഡ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നു. പ്രകൃതിക്ക് ദോഷമുണ്ട്, അത് ഗ്രീൻ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, നമ്മുടെ ലേറ്റസ്റ്റ് ട്രെൻഡ്സാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മാർക്കറ്റിങ്ങിനകത്ത്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞില്ല, എന്നാൽ ചിലയിടത്ത് ഞാൻ അധികം നേരെ നിന്നുപോയി എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ അത്യാവശ്യം കൂടിപ്പോയത്. ഒരു ബേസിക് ഐഡിയ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണമെന്ന് തോന്നിയാൽ കമൻറ്റ് ചെയ്യുക, വി വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, അത് മാത്രമല്ല വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, താങ്ക് യു.